പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അസീം മുനീർ മതതീവ്രവാദിയാണെന്ന് എസ് ജയശങ്കർ. പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഏത് സാഹചര്യത്തിലായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഈ പ്രസ്താവന? ഒരു വിദേശ മാധ്യമത്തിന് അഭിമുഖം നൽകുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറിനെതിരെയും ഡോക്ടർ എസ് ജയശങ്കർ രൂക്ഷ വിമർശനം നടത്തിയത്. പഹൽഗാമിൽ ഉണ്ടായത് ഒരു മതപരമായ ഭീകരാക്രമണമാണ് എന്നാണ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതിന് നേതൃത്വം നൽകിയത് പാകിസ്ഥാന്റെ പട്ടാള മേധാവിയാണ്. കാരണം ഏപ്രിൽ 16-ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ ഓവർസീസ് സബ്മിറ്റിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് ഹിന്ദു സമൂഹത്തിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നുള്ള രീതിയിൽ വലിയ തോതിൽ മുസ്ലിം വികാരം ഇളക്കിവിടുന്ന രീതിയിലുള്ള ചില പ്രസംഗങ്ങൾ നടത്തുകയും ജമ്മു കാശ്മീരിൽ ജിഹാദ് നടപ്പാക്കേണ്ട സമയമായി എന്ന രീതിയിലുള്ള അർത്ഥമുണ്ടാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ഇക്കാര്യമാണ് ഈ അഭിമുഖത്തിനകത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇയാൾ ഇസ്ലാമാബാദിൽ നടത്തിയ പ്രസംഗം പിന്നീട് ഭീകരവാദികൾ അതിന്റെ അർത്ഥം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു യാഥാർത്ഥ്യമായി പഹൽഗാമിൽ നടപ്പാക്കി എന്നതാണ് വിദേശകാര്യമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഉള്ളടക്കം എന്നത്. നീലിമ, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.